അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഏവിയറിയിൽ നിന്ന് തന്നെ നമ്മുടേതായ ഒരു കോക്ടെയിലിന് നമ്മളിന്ന് കൊടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പം കൂടിനുള്ളിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് വെച്ചാണ് നമ്മളുടെ കോക്ടെയിലിനെ പിടിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു കടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒറ്റയ്ക്കല്ല കിളിയെ പിടിക്കുന്നത്, ഷെഫീഖുണ്ട്, പിന്നെ നമ്മുടെ ബേഡ് ഇതായിരിക്കുന്നുണ്ട്, അതുപോലെ കോക്ടെയിൽ ഇതാ പറന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അതിനെ നമ്മളിന്ന് പിടിച്ച് ഇന്ന് സെറ്റാക്കാനാണ് കേട്ടോ പോകുന്നത്. ഇന്ന് പിടിച്ച് കൊടുക്കാൻ പോകുന്നുണ്ട്, കണ്ട. അപ്പം ഈ ഒരു ബേഡിനെയാണ് നമ്മളിന്ന് പിടിക്കാനായിട്ട് പോകുന്നത്. കുറച്ച് നേരം പറന്നു കഴിഞ്ഞാൽ അത് തളരും, അപ്പോൾ നമുക്ക് പിടിക്കാം. ആ രീതിയിലാണ് നമ്മളുടെ അടുത്തുള്ള ഈ ഒരു കോക്ടെയിലിനെ നമ്മളിന്ന് ബ്രീഡിങ്ങിനായിട്ടാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അതായത് 2 ഫീമെയിലുള്ള ഒരു ഇക്കാനാണ് നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് വേറെ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പിടിക്കാനാണ് കേട്ടോ പോകുന്നത്. നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വിരട്ടി നിർത്തിയിട്ട് അങ്ങനെ പിടിക്കാനുള്ള ഒരു പരിപാടിയാണ്. നമ്മളുടെ കൂടെ ഇന്ന് ഷെഫീഖുണ്ട്, വേണ്ട അത് പറന്ന് ഒരു ലെവലായി. ഇപ്പം അത് എങ്ങനെയെങ്കിലും പിടിക്കണം. എടുത്തിട്ടോട്. ഓ ജസ്റ്റ് മിസ്, അതിപ്പോൾ കിട്ടി. പിടി ആ കയറി അങ്ങനെ കിട്ടി. ഇല്ല അതെ പിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇത് കയറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടിൽ പിടിച്ചിരിക്കുന്നു. ഇനി അതിനെ ഏത് കൂടെടുക്കാനാ നമ്മുടെ കൂടിനുള്ളിൽ കയറ്റിയത് എന്താ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് വമ്പം കടിയാണ് കേട്ടോ. ഈ ഒരു കോക്ടെയിൽ നല്ല രീതിയിൽ തന്നെ കടിക്കും. കണ്ട ഷെഫീഖ് വെരി ഗുഡ്. കൂടിൻ്റെ അകത്താക്കി ഇനി നമ്മൾ ആ ഒരു കൂടിലോട്ട് കയറ്റണം. നീ ആ വാതിൽ തുറ, ആ മറ്റേതും തുറ. ഓക്കെ, അതിൻ്റെ വാതിലും തുറന്ന് ഇനി ഇതിൻ്റെ തുറ പോലെ പൊക്കി കൊടുത്താൽ മറ്റേ ഒരു തട്ടെടു. വെള്ളക്കഥവ് പൊക്ക്. നല്ല രീതിയിൽ തന്നെ പണി കിട്ടും. ലാസ്റ്റ് ഷെഫീഖ് അതിനെ കൂടിലോട്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ കൊണ്ട് കൊടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ഏവിയറിയിൽ ഈ ഒരു ബേഡാണ് എക്സോട്ടിക് ആയിട്ടുള്ളത്. പിന്നെ ഡയമണ്ടോവും അങ്ങനത്തെ. ഇത് നമ്മുടെ ലോഫ്റ്റിൽ ഏവിയറിയിൽ എന്തായിരുന്നാലും വേണം. ഇതും കൊണ്ട് നമുക്കിനിപ്പോൾ പോവാം. കിളീനാടല്ലേ നമ്മൾ ഈ ഒരു ബേഡിനെ സെയിൽ ചെയ്തതല്ല കേട്ടോ. അവിടെ ഒരു ബ്രീഡിംഗ് പർപ്പസിനായിട്ട് തന്നെ മെയിലിൻ്റെ ഒരു കുറവ് കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മളുടെ അടുത്തുണ്ടായിരുന്ന ഈ ഒരു മെയിലിനെ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. കോക്ടെയിൽ ബേഡിൻ്റെ പ്രത്യേകതയൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് മനുഷ്യനായിട്ട് തന്നെ ഇടപഴകാനും അതുപോലെ തന്നെ കുഞ്ഞിലേക്ക് തന്നെ ഹാൻഡ് ഫീഡിങ് രൂപത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പാട്ട് പാടുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അത് അനുകരിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ കോക്ടെയിൽ എന്ന് പറയുന്നത്. വീടുകളിൽ വളർത്തുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്ന രൂപത്തിലുള്ള ബേഡും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കോക്ടെയിൽ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ലൂട്ടിന, അതുപോലെ തന്നെ വൈറ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് തന്നെ പല കളറിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ബേഡും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കോക്ടെയിൽ. അതുപോലെ തന്നെ ഇതിന് ഫുഡായിട്ട് കൊടുക്കുന്നത് ധാന്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബേഡ് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
നല്ല കിടിലൻ രീതിയിൽ തന്നെ കോക്ടെയിൽ ബ്രീഡ് ചെയ്യുന്ന ഒരുക്കാനാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു മെയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായിരുന്നാലും നല്ല രീതിയിൽ തന്നെ ബ്രീഡായി കിട്ടട്ടെ എന്ന് നമ്മൾ എന്തായിരുന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മെയിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് ഫീഡിങ് രൂപത്തിൽ തന്നെ വളർത്തി പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റിയ ബേഡൊക്കെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ഇപ്പം അഫോർഡബിൾ റേറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കോക്ടെയിലൊക്കെ തന്നെ എടുത്ത് വളർത്താനായിട്ട് കഴിയുന്നതാണ്. അഫോർഡബിൾ റേറ്റിൽ കൊണൂറിൻ്റെ വെറൈറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ പൈനാപ്പിൾ കൊണൂർ, അതല്ലെങ്കിൽ സൺ കൊണൂർ, ആ ഒരു കാറ്റഗറി ഒക്കെ ഉണ്ട്. അതിന് പുറമെ ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഈ ഒരു കോക്ടെയിൽ മേടിക്കാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോക്ടെയിലോ ഹാൻഡ് ഫീഡിങ് ചിക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ DM-ൽ മെസ്സേജ് ഇട്ടാൽ മതിയാകും. ഈ ഒരു ബേഡിൻ്റെ ആയുസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നല്ല കെയറോട് കൂടിയിട്ട് നോക്കി വളർത്തുകയാണെങ്കിൽ തന്നെ ഏകദേശം 10 മുതൽ 15 വർഷമാണ് കേട്ടോ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രീഡിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ബ്രീഡ് ചെയ്തെടുക്കാനും കഴിയുന്നതാണ്. നമ്മൾ ഈ ഒരു കോക്ടെയിൽ പെയറോട് കൂടിയിട്ട് മേടിച്ചായിരുന്നു. ഇതിൻ്റെ ഫീമെയിൽ ഡെഡ് ആവുകയും അതുപോലെ തന്നെ ഈ ഒരു ബേഡ് ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. നമ്മൾക്ക് ബ്രീഡിംഗ് പർപ്പസിനായിട്ട് ഒരുക്ക ചോദിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും ഈ ഒരു ബേഡിനെ ഇപ്പം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള കൊണൂർ അല്ലെങ്കിൽ ഹാൻഡ് ഫീഡിങ് ചിക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും മെസ്സേജ് ഇടാനായിട്ട് മറക്കരുത്. നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും തന്നെ റിപ്ലൈ തരാനായിട്ട് വൈകിയാലും നമ്മൾ ജെന്യൂനായിട്ട് നല്ല കിടിലനായിട്ടുള്ള ക്വാളിറ്റി പെറ്റ്സും ബേഡ്സൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും എത്തിക്കാനായിട്ട് നോക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് കോക്ടെയിൽ വളർത്തുകയോ അല്ലെങ്കിൽ ഹാൻഡ് ഫീഡിങ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെതായ എക്സ്പീരിയൻസ് ഫീഡ്ബാക്ക് ആയിട്ട് കമൻ്റായിട്ട് പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നമ്മളുടേതായ കോക്ടെയിൽ നമ്മൾ ഒരു ബ്രീഡിങ്ങിന് കൊടുത്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്.